ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ ഗംഭീരമായ സർക്കാർ സ്കൂൾ തുറന്നു പ്രവർത്തിക്കാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? കേരള സർക്കാർ ആദിവാസികളുടെ ഉന്നമനത്തിനായി ഈ മേഖലയിൽ 80 കോടിയോളം ചിലവഴിച്ച് നടത്തിവരുന്ന വികസന പ്രവർത്തികളിലെ മറ്റൊരു അത്ഭുത നിർമ്മിതിയാണ് ഈ കാണുന്ന ഇവിടുത്തെ ഈ സൂപ്പർ മാർക്കറ്റ്. കേരളമാണ്, പക്ഷേ പഞ്ചാബല്ല. ചുമ്മാ കഞ്ചാവല്ല. തിരിച്ചോടിഞ്ചോടില്ല. പിന്നെ തിരക്കണം 100 ആളല്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിനക്ക് കേൾക്കാൻ മനസ്സിലെന്നറിയാം. എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ മോനെ. ചുമ്മാ പറയല്ലേ. സ്കൂളില്ലേ? സ്കൂളിൽ പോകില്ല? എവിടെയാ സ്കൂൾ? നേരം നിരത്താ. 70കളുടെ ആരംഭത്തിൽ പഴയ സോവിയറ്റ് യൂണിയനും ഇന്ത്യ ഗവൺമെന്റും കൈകോർത്തുകൊണ്ട് 7000 ഹെക്ടറിൽ പരം ഭൂമിയിൽ ആരംഭിച്ച വലിയൊരു സംരംഭമായിരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാം എന്ന പേരിൽ അറിയപ്പെടുന്ന ആറളം ഫാം എന്ന ഈ ഭൂപ്രദേശം. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്തായാണ് ആറളം ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഈ ഫാം കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. ഈ ഫാമിന്റെ പകുതി ആദിവാസികൾക്കായുള്ള പുനരധിവാസ മേഖലയായും ബാക്കിയുള്ള പ്രദേശം ഫാമായി നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 2004-ൽ സംസ്ഥാന സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കുന്നത്. പുനരധിവാസ മേഖലയിലെ ആദിവാസി സമൂഹങ്ങളുടെ വികസനവും ക്ഷേമവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ ഫാമിന്റെ പ്രധാന ലക്ഷ്യം. പല ബ്ലോക്കുകളായി തിരിച്ചിട്ടുള്ള ആറളം ഫാമിലെ 9ാം ബ്ലോക്കിലെ ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന കാഴ്ചകളിലേക്കാണ് ഞാൻ ഇന്ന് എന്റെ ക്യാമറ ചലിപ്പിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്. അതിഗംഭീരമായ ഒരു നിർമ്മിതി. കേരള സർക്കാർ ആദിവാസികളുടെ ഉന്നമനത്തിനായി ഈ മേഖലയിൽ 80 കോടിയോളം ചിലവഴിച്ച് നടത്തിവരുന്ന വികസന പ്രവർത്തികളിലെ ഒരു അത്ഭുത നിർമ്മിതി കൂടിയാണിത്. ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വർഷങ്ങൾ ഏറെ പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ ഉദ്ഘാടന ദിവസമല്ലാതെ മറ്റൊരു അവസരത്തിൽ ഈ കെട്ടിടത്തിന്റെ ഷട്ടർ ഇതുവരെ തുറന്നിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അടുത്ത ഏതെങ്കിലും നൂറ്റാണ്ടിലെ പുരാവസ്തു ഗവേഷണ വിദ്യാർത്ഥികൾക്കായി ദീർഘവീക്ഷണാടിസ്ഥാനത്തിൽ സർക്കാർ നിർമ്മിച്ച ഇത്തരം കെട്ടിടങ്ങൾ അവിടെവിടെയൊക്കെയായി ഇവിടെ ധാരാളമുണ്ട്. ഇതാണ് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാൾ. അതായത് ഈ സമൂഹത്തിന്റെ പൊതുയോഗങ്ങളും കലാപരിപാടികളും മറ്റു കൂടിച്ചേരലുകളും നടക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരിടം. പക്ഷേ വർഷങ്ങളായി പൂട്ടിയിട്ട കമ്മ്യൂണിറ്റി ഹാളിന്റെ വരാന്തയിലൂടെ വടക്കൻ കാറ്റും ഏറ്റു നടക്കുന്ന ശുനകനെയല്ലാതെ വേറെ ആരെയും ഞാനിവിടെ കണ്ടില്ല. തൊട്ടടുത്തായി തന്നെ ഇവിടുത്തെ ആധുനീകരിച്ച സ്കൂളും കാണാം. ഇതാണ് 9ാം ബ്ലോക്കിലെ ഗവൺമെന്റ് LP സ്കൂള്. ഹയർ സെക്കൻഡറി സ്കൂൾ മറ്റൊരു ബ്ലോക്കിലായി വേറെയും സ്ഥിതി ചെയ്യുന്നുണ്ട്. 9ാം ബ്ലോക്കിലെ വികസന പ്രവർത്തികൾ മാത്രമാണ് ഈ എപ്പിസോഡിൽ ഞാൻ വിവരിക്കുന്നത്. നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുകയോ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ മറ്റു ബ്ലോക്കുകളിലെ വികസന പ്രവർത്തികളെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നതാണ്. എത്ര ഗംഭീരമായാണ് ഈ സ്കൂൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഒന്ന് കണ്ടു തന്നെ അറിയണം. മനോഹരമായ ഒരു വരാന്ത, വില കൂടിയ ടൈൽസ് പാളികളുടെ മുകളിലൂടെ ഞാൻ സ്കൂളിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയായി. ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ ഗംഭീരമായ സർക്കാർ സ്കൂൾ തുറന്നു പ്രവർത്തിക്കാതിരിക്കാനുള്ള ശരിയായ കാരണം നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് ടീച്ചർമാരായും മാഷന്മാരായും ജോലി ചെയ്യുവാൻ കേരളത്തിൽ ആളെ കിട്ടാത്തതുകൊണ്ടാണ് എന്നാണ്. ഞാൻ സ്കൂളിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുകയായി. പ്രദേശവാസികളായ 2 കുട്ടികൾ ദൂരെ നിന്നും നടന്നു വരുന്നുണ്ട്. അവർ തൊട്ടടുത്തുള്ള പുഴയിൽ മീൻ പിടിക്കാൻ പോയതാണ്. പഠന സമയത്തുള്ള മീൻപിടുത്തത്തെ ചോദ്യം ചെയ്ത എന്നെ അവർക്ക് തീരെ ഇഷ്ടമായില്ല. കാരണം സ്കൂൾ തുറന്നാലല്ലേ അവർക്ക് സ്കൂളിൽ പോകുവാൻ പറ്റുകയുള്ളൂ. എവിടെയാ സ്കൂൾ? ചമ്മിയത് ഞാൻ തന്നെയാണ്. തീർന്നില്ല. ഇങ്ങനെ ഒരുപാട് സർക്കാർ കെട്ടിട സമുച്ചയങ്ങളുള്ള ഒരു പ്രദേശമാണ് വളയഞ്ചാലിനടുത്തുള്ള 9ാം ബ്ലോക്ക്. ഇവിടുത്തെ ഭക്ഷ്യവകുപ്പിന്റെയും സാമൂഹിക വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഗംഭീര കെട്ടിട സമുച്ചയങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. പക്ഷേ അതുമാത്രം പോരല്ലോ. ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു കെട്ടിടം വേണ്ടേ? അങ്ങനെ ഒരു ന്യൂനതയും കാണിക്കാത്ത രീതിയിൽ ആ കെട്ടിടവും ഇവിടെ പണിതു വെച്ചത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. വിമർശകരൊക്കെ വാ അടച്ച് വീട്ടിൽ ഇരുന്നു കൊള്ളുക. നിങ്ങൾക്ക് വിമർശിക്കുവാനുള്ള യാതൊരു പഴുതും ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൽ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയില്ല. അത്രയ്ക്കും ഗംഭീരമായാണ് നമ്മുടെ സർക്കാർ ഇതൊക്കെ പണിതു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എന്നാണ് തുറന്നു പ്രവർത്തിക്കുക എന്നുള്ള ചോദ്യത്തിന് ആർക്കെങ്കിലും ഉത്തരം അറിയുമെങ്കിൽ എന്നെയൊന്ന് അറിയിക്കുക. ഇനി ഇതൊക്കെ ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് അറിയുന്നവർ അതും കമന്റ് ചെയ്യുക. ഇനി ഇവിടെ പ്രവർത്തിക്കുവാൻ സ്റ്റാഫുകൾ കിട്ടാത്തത് കൊണ്ടാണെങ്കിൽ ഒരു പണിയുമില്ലാതെ മൊബൈൽ ഫോണിൽ തലയും കുലിച്ചിരിക്കുന്ന ഈ യുവാക്കളുടെ യോഗ്യത നോക്കി അവർക്ക് ഒരു ജോലി നൽകുക. മറ്റൊരു ഭാഗത്ത് ആനമതിലിന്റെ പണി ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദിവാസികളുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി എല്ലാവർക്കും 1 ഏക്കർ ഭൂമി വീതം നൽകിയിട്ടുണ്ടെങ്കിലും പലരുടെയും വീടുകൾ ഒരു കാറ്റു വന്നാൽ തകർന്നു പോകുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു വീടുകളിലായി കൂട്ടമായി താമസിക്കുന്നവരാണ് ഇവരൊക്കെ. ഇവർക്കായി ഒരു കിണറും ഇവിടെയുണ്ട്. പക്ഷേ ഇപ്പോഴും അവർ വെള്ളം തലചുമടായി തന്നെയാണ് ഇന്നും കൊണ്ടുപോകുന്നത്. ഈ കാഴ്ചകളൊക്കെ ഒരൽപ്പം വേദനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു.
ഈ വീഡിയോ ഒരു ജനാധിപത്യപരമായ വിമർശനമായി മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പുഴക്കര. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ. ഇത് കേരളമാണ്, പക്ഷേ പഞ്ചാബല്ല. ഞങ്ങ വഴിക്കണതല്ല, ചുമ്മാ കഞ്ചാവല്ല. തിരക്കിയ തിരിച്ചോടിഞ്ചോടില്ല, പിന്നെ തിരക്കണ നൂറാളല്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിനക്ക് കേൾക്കാൻ മനസ്സില്ലെന്നറിയാം. എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ മോനെ, ചുമ്മാ പറയല്ലേ കാണുന്നതെല്ലാം. എന്നും മനസ്സിൽ ഞാൻ അർപ്പിക്കുന്നേ.